ചെയ്യാൻ പോകുന്ന മൂവി ഗുരുവായൂർ അമ്പലം നടയിൽ എന്നൊരു മൂവിയാണ്. അപ്പൊ അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ കോമഡി അതാണ് മെയിൻ. ഈ സിനിമയില് നല്ല രീതിക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട് കോമഡി കാര്യങ്ങളൊക്കെ. പക്ഷെ കഥയായിട്ട് എനിക്ക് അതിനൊന്നും തോന്നിയിട്ടില്ല. എന്തോ നടക്കണമെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കോമഡി വരും, ചിരിക്കാം, ഇത്ര തന്നെ. പിന്നെ മെയിനായിട്ട് ബേസിൽ അടിപൊളി അഭിനയിച്ചു. പിന്നെ പൃഥ്വിരാജ് ഒരു ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല. പൃഥ്വിരാജിന് പറ്റിയ റോളല്ല ഇതില്. അനശ്വര, നിഖില അവരൊക്കെ അടിപൊളിയായിരുന്നു. കാണാൻ നല്ല ലുക്കായിരുന്നു, ക്യൂട്ടായിരുന്നു. പ്രത്യേകിച്ച് പറയാം, സ്റ്റോറി ലൈൻ അത്ര പോരാ, പക്ഷെ ഫുള്ള് കോമഡിയാണ്. ഒരു മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത കോമഡി. ഇത് കണ്ട് ഒരുമാതിരി ചിരിച്ചിരിക്കുക. അല്ല വേറെ ഒന്നും അതിനെ കുറിച്ച് പറയാനില്ല. ലാസ്റ്റ് അജു വർഗീസ് വരും, അത് അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ട ആ പാട്ട്. ലാസ്റ്റ് ഒരു ക്ലൈമാക്സിൽ ഒരു പാട്ടുണ്ട്. യോഗ്യ ഭവൻ എന്തിനാന്ന് ഈ സിനിമയിൽ കൊണ്ടിട്ട് അതെനിക്ക് മനസ്സിലായില്ല. പിന്നെ വേറൊരു കാര്യം, എനിക്ക് പോസിറ്റീവ് ആയിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരും അത് മേക്ക് ചെയ്തതല്ല. എല്ലാ പഴയ സിനിമയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയായിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതില്ലെന്നല്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയായിരുന്നു. ഓവറോൾ ആവറേജ്. அழகு எல்லாம் அவள் இவளது ஸ்டைலா சந்தன வேலா இவள் மன்மத புயலா அடடா. സിനിമ വീട്ടിൽ പോ. എന്തൊരു സിനിമയാണ്, നല്ല വറക്കാറ്. 150 രൂപ ഇഷ്ടമായില്ല.